വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ രാജ്യത്ത് ഇന്ധനവിലയും പാചകവാതക വിലയും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 88 പൈസയും ഡീസലിന് 85 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. 4.5 മാസത്തിനു ശേഷമാണ് വില കൂട്ടുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് 50 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 5 കിലോയുടെ പാചകവാതക സിലിണ്ടറിന് 13 രൂപയും വർദ്ധിപ്പിച്ചു. TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, 138 ദിവസം കഴിഞ്ഞു പെട്രോൾ ഡീസൽ വില വർധനയുണ്ടായിട്ട്. തിരഞ്ഞെടുപ്പിന് സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ പാചകവാതക വില അടക്കം വർദ്ധിച്ച പശ്ചാത്തലമുണ്ട്. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? വരും ദിവസങ്ങളിലും സമാനമായി തന്നെ വില വർധനവിനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ? രഞ്ജിത്ത്, തീർച്ചയായും. അതായത് 4.5 മാസത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് രാജ്യത്ത് തന്നെ ഇന്ധന വില വർധനവ് ഉണ്ടാവുന്നത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വർധനവ്. ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിലടക്കം വർദ്ധിച്ചിരുന്നു. പക്ഷേ ആ തരത്തിലുള്ളൊരു വില വർധനവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മുതൽ ഈ വില വർധനവ് വീണ്ടും പ്രാബല്യത്തിൽ വരികയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ 88 പൈസയാണ് പെട്രോളിന് വർദ്ധിച്ചിരിക്കുന്നത്. 85 പൈസ ഡീസലിനും വർദ്ധിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാനത്തെ വിവിധ ജില്ലകൾ സംബന്ധിച്ച് നേരിയ ചില വിലമാറ്റമുണ്ട് എന്നത് മാത്രം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് മുതൽ തുടർച്ചയായി ഇനി വില വർധനവ് ഉണ്ടാകുമെന്നതാണ് ഇവിടെ പെട്രോൾ മേഖലയിൽ, ഇന്ധന മേഖലയിൽ ജോലി ചെയ്യുന്നവരടക്കം നൽകുന്ന സൂചന. അതായത് അതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പെട്രോളിയം കമ്പനികൾ നൽകുന്ന സൂചനയും അങ്ങനെയാണ്. എന്തായാലും ഇന്ന് 88 പൈസയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അതിൽ നേരിയ വ്യത്യാസത്തോടെ ആയാലും മുമ്പൊക്കെ അനുഭവപ്പെട്ട പോലെ എല്ലാ ദിവസവും നേരിയ വർധനവ് കൊണ്ടുവരാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും ഇന്ധന വില വർധനവ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നടപ്പിലാവുന്നത്. വലിയ തരത്തിലുള്ള വർധനവിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. വലിയ തോതിൽ നേരത്തെ UP ഇലക്ഷന് ശേഷം വലിയ വർധനവുണ്ടാകുമെന്ന് സൂചന ഉണ്ടായിരുന്നെങ്കിലും അത് അത്ര പെട്ടെന്ന് നടപ്പിലായില്ല. തുടർന്ന് ഇന്നു മുതലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇന്ധന വില വർധനവിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും വില വർധനവ് വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെട്രോളിൻ്റെ വില വർധനവ് വീണ്ടും ഉണ്ടാവുകയാണ്. എന്താണ് പ്രതികരണം? വളരെ ബുദ്ധിമുട്ടായ സാഹചര്യം തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ അറിയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിന്നെ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ പാലിന് വില കൂടുന്നു, അരിക്ക് വില കൂടുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴേക്കും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വില കൂടുന്നത്. ഇനി അങ്ങോട്ട് കൂടും എന്നൊരു പ്രതീക്ഷയാണോ? ഇനി തീർച്ചയായിട്ടും കൂടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുറയുന്നൊരു പ്രതീക്ഷയില്ല. ചേട്ടാ, വീണ്ടും പെട്രോളിൻ്റെ വില കൂടി. പാവപ്പെട്ടവന്മാർക്ക് എല്ലാം പ്രശ്നമാണ് ഈ വില വർധനം. ഇങ്ങനെ വില കൂടി പോയാൽ പാവപ്പെട്ടവൻ വണ്ടി നടന്നു പോകണം. ചേട്ടാ, വീണ്ടും എണ്ണ വില കൂടുകയാണ്. എണ്ണ വില വീണ്ടും കൂടുകയാണ്. 88 പൈസ എന്ന് കൂടിയിട്ടുണ്ട്. കൂടി അവസ്ഥയാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ജോലിയിലൊക്കെ ഇങ്ങനെ പോകാൻ നേരത്തെ ശമ്പളം പെട്രോളിന് തന്നെ കൂടുതലല്ലേ. ഇതൊക്കെയാണ് ആദ്യ പ്രതികരണം, രഞ്ജിത്ത്. എന്തായാലും വില വർധനവ് ഇനിയും ഉണ്ടാകും തന്നെ പൊതുജനത്തിനൊരു പൊതുധാരണയുണ്ട്. ആ തരത്തിൽ ഇന്ധന വില വർധനമുണ്ടാകും തന്നെ പൊതുവിൽ എല്ലാവരും വിലയിരുത്തുന്നു. 88 പൈസയുടെ വർധനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 88 പൈസ തിരുവനന്തപുരത്ത് വർധനമുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും ഉണ്ടെങ്കിലും കൊച്ചിയിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ നേരിയ വ്യത്യാസം സംസ്ഥാനത്തെ എല്ലാ ഇടങ്ങളിലുമുണ്ട്. എന്തായാലും വലിയൊരു അധിക ബാധ്യത, പ്രത്യേകിച്ച് കോവിഡ് പോലെയുള്ള വലിയ പ്രതിസന്ധിക്ക് ശേഷം ഇന്ധന വിലയിലും വർധനമുണ്ടാകുന്നതുകൂടി അത് വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നു. ഇതിന് പുറമെയാണ് സംസ്ഥാനത്ത് ഓട്ടോ ടാക്സി നിരക്ക്, ഒപ്പം തന്നെ ബസ് ചാർജ് നിരക്കൊക്കെ വരാനിരിക്കുന്നത്. അത് സ്വാഭാവികമായും ജനത്തിന് മുന്നിൽ വലിയ ഇരുട്ടിടിയാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. സൈത്ത്, ഒപ്പം ഈ വരും ദിവസങ്ങളിലും വില കൂടും എന്നുള്ള നില വളരെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം നേരത്തെ കുറേ ദിവസങ്ങളിലായി നമ്മൾ കേൾക്കുന്നുണ്ട് വില കൂടും എന്ന് പറയുമ്പോഴും അപ്രതീക്ഷിതമായി ഒരു 85 പൈസ എന്നുള്ള വർധനമാണ്. 88-85 പൈസ നിലയിലാണ് വർധനവ്. വരും ദിവസങ്ങളിൽ ഓരോ ദിവസവും ഇതിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 10-12 രൂപ വർദ്ധിക്കാനുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ട്. അത്തരത്തിൽ ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ടോ പൊതുവെ ആളുകൾ? ഉണ്ട്, പൊതുവിൽ അങ്ങനെയുണ്ട്. കാരണം മുമ്പ് നമ്മൾ കണ്ടിരുന്നതാണ് ഓരോ ദിവസവും നേരിയ പൈസയുടെ 35 പൈസ അല്ലെങ്കിൽ 1 പൈസയ്ക്ക് താഴെയുള്ള വർധനമാണ് പ്രതിദിനം നടപ്പിലായത്. അതായത് പൊതുവിൽ ആൾക്കാർക്ക് പ്രതികരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വില വർധനവിലൂടെ നിരന്തരമായി വില വർദ്ധിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സമാനമായ ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുമെന്നതാണ്
പൊതുവിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 88 പൈസയുടെ വർധനവാണ് ഇന്നുണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ വർധനവിനുള്ള സാധ്യതയുണ്ട്. അതുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് നാളെ മുതൽ വീണ്ടും നേരിയ തോതിലെങ്കിലുമുള്ള ഇന്ധന വിലവർധന ഉണ്ടാവും തന്നെയാണ് പൊതുവിൽ ഈ മേഖലയിലുള്ളവരും ഒപ്പം തന്നെ ഉപഭോക്താക്കളും പങ്കുവയ്ക്കുന്ന വികാരം. അതാണ് പ്രധാനപ്പെട്ട വിവരം. പാചകവാതക വിലയിലും വർധനവുണ്ടായി എന്നുള്ളതാണ്. പാചകവാതക വിലയിൽ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകം അത് സിലിണ്ടറിന് 50 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും പുറകെ പാചകവാതകത്തിൽ വില വർധനമുണ്ടാകുമ്പോൾ ഇരട്ടപ്രഹരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പ്രസാദ് വിവരങ്ങളുമായി ചേരും. പ്രസാദ്, പാചകവാതക വിലയിലും വർധനമുണ്ടായ പശ്ചാത്തലമുണ്ട്. അടുക്കളയിലും ഇനി ചെലവ് കൂടും. എന്താണ് പൊതുവെയുള്ള പ്രതികരണം? രാജ്യത്തെ ഏറെ നാളുകൾക്കാണ് ഇന്ധനവില വർധനവ് ഉണ്ടാകുന്നത്. പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചതിന് തൊട്ടുപുറകെ തന്നെ പാചകവാതകത്തിനും വില വർദ്ധിച്ചത്. എന്തായാലും പെട്രോളിനും ഡീസലിനുമുള്ള വില വർധനവിന് പിന്നാലെ 85ഉം 88ഉം പൈസ എന്ന രീതിയിലേക്ക് പെട്രോളും യഥാക്രമം ഇന്നലെ വർദ്ധിപ്പിച്ചിരുന്നു. തൊട്ടുപിറകെ പാചകവാതക വിലയിലും വർധനവുണ്ട് എന്നുള്ള 50 രൂപയിലേക്ക് കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ജീവിത ചെലവുകൾ കൂടാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദിലേക്ക് വരാം. ഏതായാലും രാവിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അതും അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെ നൽകുന്നു. 138 ദിവസങ്ങൾക്ക് ശേഷം ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലയിൽ ഒരു ഇളക്കം അനുഭവപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ എത്ര വെച്ച് കൂടും, ഇതൊരു തുടർ പ്രക്രിയയാകുമോ എന്ന കാര്യത്തിലൊക്കെ പൊതുവെ ജനങ്ങൾക്ക്, നേരത്തെ സജിത് സംസാരിച്ച പെട്രോൾ അടിക്കാൻ രാവിലെ പമ്പുകളിലെത്തിയ ആളുകൾക്ക് ഒരു ആശങ്കയുണ്ട്. ഒപ്പം പാചകവാതക വില വർദ്ധിക്കുന്നത് വീട്ടമ്മമാരുടെ അടുക്കള ബജറ്റിനെയും ബാധിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട്. ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ വരും മണിക്കൂറുകളിൽ ജനങ്ങളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ ഒക്കെ പ്രതികരണം. പ്രസാദ്, തുടരാം. പ്രസാദ്, കേൾക്കാമോ? രാജ്യത്തെ ആളുകളുടെ ഭാഗത്ത് എന്തായാലും ഇത്രയധികം ചാർജ് വർദ്ധിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇതെല്ലാം മരവിപ്പിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴെന്തായാലും വീണ്ടും ഈ വിലവർദ്ധനവിലേക്ക് വന്നത് ആളുകളുടെ ഇടയിലേക്ക് ഒരു അതൃപ്തി എല്ലാം ഉണ്ടായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ജീവിതത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പാചകവാതകത്തിന്റെയും എല്ലാം വില വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. ആളുകളുടെ ഭാഗത്ത് വലിയ പ്രതിഷേധം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വീടിനുള്ളിൽ ആ അമർഷമായി ഒതുങ്ങുന്നത് മാത്രമാണ് പലപ്പോഴും കാണാറുള്ളത്. ആളുകളുടെ ഏറെക്കാലമായിട്ട് ഇത്തരത്തിൽ വിലവർദ്ധനവ് നടക്കുന്നുണ്ട്. ഡീസലിനാണെങ്കിലും പെട്രോളിനാണെങ്കിലും വിലവർദ്ധനവ് വരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പാചകവാതകത്തിന്റെയും വില വർദ്ധിക്കുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ആളുകൾക്കിടയിലുണ്ട്. പക്ഷേ കുറെ കാലമായിട്ട് സബ്സിഡി തന്നെ കിട്ടാത്തതുകൊണ്ട് അതിനുള്ള അമർഷവും ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട വിവരം. മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. സിൽവർ ലൈനിൽ പ്രതിഷേധം ശക്തം. സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ സിൽവർ ലൈൻ കല്ലിടലും പ്രതിഷേധവും ഇന്നും തുടരും. കോഴിക്കോട് നഗരത്തിൽ കുറ്റിച്ചിറയിലും മാത്തോട്ടത്തും കല്ലിടൽ നടക്കുമെന്നാണ് സൂചന. ജനവാസ കേന്ദ്രമായതിനാൽ ഇവിടെ കല്ലിടാനെത്തുന്നത് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കും. അതേസമയം എറണാകുളം ചോറ്റാനിക്കരയിലെ സിൽവർ ലൈൻ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തു. MLA അടക്കം 25 പേർക്കെതിരെയാണ് കേസ്. വിനേഷ് കുമാർ, ഡാനി പോൾ എന്നിവർ ചേരുന്നു. വിനേഷ്, ഇന്നലെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ആ മേഖല സാക്ഷ്യം വഹിച്ചിരുന്നു. ഇന്നും ഒരുപക്ഷെ കല്ലിടൽ നടപടികൾ തുടരും എന്ന് അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നെന്താണ് നാട്ടുകാരുടെ, പൊതുപ്രവർത്തകരുടെ തയ്യാറെടുപ്പ്? രഞ്ജിത്ത്, ഇന്നും ഇത് തടയാനുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് പൊതുജനങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിന്തുണയുണ്ട്. BJPയുടെയും UDFന്റെയും പിന്തുണയോടുകൂടി കല്ലിടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധവുമായി നാട്ടുകാരെത്തും. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും സർവേ കല്ല് സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചിരുന്നു. ഇതെല്ലാം തന്നെ നാട്ടുകാർ തടയുകയാണ് ഉണ്ടായത്. ഇത്തവണയും ഇന്നു മുതൽ മാത്തോട്ടം അതുപോലെ തന്നെ കുറ്റിച്ചിറ ഭാഗങ്ങളിൽ കല്ലിടൽ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത് ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. കേരള അധികൃതർ
ഇത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ആളുകൾ ഇപ്പോഴും സംഘടിച്ചു നിൽക്കുകയാണ്. പ്രത്യേക കർമ്മസമിതിയുണ്ട്. നമുക്കറിയാം കോഴിക്കോട് കാട്ടിൽപീടിക കേന്ദ്രീകരിച്ച് പ്രത്യേക കർമ്മസമിതിയുണ്ട്. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കോഴിക്കോട് ജില്ലയുടെ ഏത് ഭാഗങ്ങളിലാണെങ്കിൽ പോലും അവിടെ കൃത്യമായി തന്നെ ഇത് തടയുന്നതിനുൾപ്പെടെയുള്ള പ്രത്യേക ആളുകളെ രൂപീകരിച്ചുകൊണ്ടുള്ള സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി കല്ലിടലുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതു വിധേനയും തടയും എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നലെ BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ കല്ല് പിഴുതെടുത്തിരുന്നത്. അതുപോലെ തന്നെ ഈ കല്ല് കൊണ്ടുവരുന്ന ലോറികൾ തടഞ്ഞ് നാട്ടുകാർ തിരിച്ചയച്ചിരുന്നു കല്ലായി. ഒപ്പം തന്നെ ഇന്നലെ സ്ഥാപിച്ച 2 കല്ലുകൾ, ഇന്നലെ അരക്കിണർ ഭാഗത്ത് ഒരു സർവേ കല്ലും സ്ഥാപിച്ചിരുന്നു. അതുകൂടാതെ കല്ലായിൽ 2 സർവേ കല്ലുകളും സ്ഥാപിച്ചിരുന്നു. ഇതെല്ലാം തന്നെ നാട്ടുകാർ പിഴുതെടുത്ത് കളയുകയാണ് ഉണ്ടായത്. ഇന്നും അത്തരത്തിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രങ്ങളിലാണ് ഈ സർവേ നടക്കുന്നത്. ഇപ്പൊ ഇന്നലെ 2 സ്ഥലത്ത് ഇന്നലെ കല്ലായിൽ സ്ഥാപിച്ചിരിക്കുന്ന 2 കല്ലുകളും സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയിലാണെങ്കിൽ പോലും ഒരിടത്തും ഈ സിൽവർ ലൈനിന്റെ സർവേ കല്ലുകൾ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ആളുകൾ. അതുകൊണ്ട് തന്നെ സമരം വരും ദിവസങ്ങളിൽ കോഴിക്കോട് സമരം ശക്തമാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് കോഴിക്കോട്ടെ സാഹചര്യം. കോഴിക്കോട്ട് ഇന്നും വലിയ തോതിലുള്ള സമര പരിപാടികൾക്ക് ഒരുപക്ഷെ ആ പ്രദേശം സാക്ഷ്യം വഹിച്ചേക്കാം. ഡാനി, ഇന്നലെ കൊച്ചിയുടെ വിവിധ മേഖലകളിൽ വലിയ തോതിലുള്ള സമരം സംഘടിപ്പിച്ചിരുന്നു. കല്ലുകളൊക്കെ വെള്ളത്തിലേക്ക് പോലും എറിഞ്ഞു കളയുന്ന തരത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം അവിടെ ശക്തമായിരുന്നു. ഇന്ന് ഏതൊക്കെ മേഖലകളിലാണ് കല്ലിടാൻ സാധ്യതയുള്ളത്? അവിടെയൊക്കെ ജനങ്ങൾ വലിയ തയ്യാറെടുപ്പിലാണോ? രഞ്ജിത്ത്, ചോറ്റാനിക്കരയിലായിരുന്നു ഇന്നലെ വ്യാപകമായ രീതിയിൽ പ്രതിരോധവും പ്രതിഷേധവും എല്ലാം ഉണ്ടായത്. ഇന്നും അവിടെ സർവേ നടപടികൾ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രതിഷേധവും ഉണ്ടാകാനുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഏതാണ്ട് 25ഓളം പേർക്കെതിരെ കേസെടുത്തിരുന്നു. UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അടക്കം നേതൃത്വത്തിലുള്ള വളരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇന്നലെ ചോറ്റാനിക്കര, അഴയാക്കൽ പാടശേഖരത്ത് അടക്കമുള്ള ഭാഗങ്ങളിലായിരുന്നു കല്ലിടാനായിട്ട് സർവേ ഉദ്യോഗസ്ഥർ സിൽവർ ലൈനിന്റെ എത്തിയത്. ഇതിൽ തുടക്കത്തിൽ ആദ്യം വലിയ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങിയിരുന്നില്ല. കാരണം ജനവാസ കേന്ദ്രങ്ങൾ അല്ലാതിരുന്നത് കൊണ്ടായിരുന്നു അത്തരം ചെറിയ പ്രതിഷേധങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, വീടുകളിലേക്ക് അടക്കം അതിരടയാള കുറ്റികൾ സ്ഥാപിക്കാൻ എത്തിയതോടെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ഇട്ട കല്ലുകളെല്ലാം തന്നെ പിഴുത നദിയിലേക്ക് എറിയുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ വന്നു. ഒപ്പം ഇവിടേക്ക് ഈ അതിരടയാള കല്ലുകളുമായി എത്തിയ വാഹനം തടയുകയും അതിൽ നിന്ന് കല്ലുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വന്നു. തുടർന്നായിരുന്നു പോലീസിന്റെയും ഒരു ഇടപെടലുണ്ടായിരുന്നത്. വളരെ കടുത്ത ഒരു പ്രതിഷേധമായിരുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അതോടൊപ്പം തന്നെ KPCC ഭാരവാഹികളായ VP സജീന്ദ്രൻ, ദീപ്തി മേരി വർഗീസ്, അനൂപ് ജേക്കബ് MLA തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വലിയ രീതിയിൽ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. കൂടുതൽ പേർ സംഘടിക്കുകയും പ്രതിഷേധത്തിനുള്ളൊരു സാധ്യത വളരെ കൂടുതലാകുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും നഗരത്തിനകത്തും ഈ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും സർവേ നടപടികൾ പ്രതിഷേധത്തെ തന്നെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. വിനേഷ്, ഇന്നലെ കല്ലായിൽ വലിയ സംഘർഷമുണ്ടായി. അവിടെ യുവമോർച്ച പ്രവർത്തകരുടെയൊക്കെ ഒരു പങ്കാളിത്തം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ എറണാകുളത്തെ പോലെ കേസെടുക്കുന്ന അടക്കമുള്ള നടപടികളുമായി ഈ കല്ല് പിഴുതെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണല്ലോ സർക്കാരിൻ്റെ വിശദീകരണം. അത്തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? രഞ്ജിത്ത്, തീർച്ചയായും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതുവരെ കേസെടുത്തതായിട്ടുള്ളൊരു വിവരമൊന്നും പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല. മാത്രമല്ല, ഇന്നലെ കല്ലായിൽ കല്ലിടാനെത്തിയ സംഘത്തെ തടയുന്നതിനൊപ്പം തന്നെ തഹസിൽദാരെ വളഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് എത്തി ബലം പ്രയോഗിച്ചാണ് ആളുകളിൽ നിന്ന് തഹസിൽദാരെ മോചിപ്പിച്ചത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇന്നലെ കേസൊന്നും എടുത്തിട്ടില്ല. പരമാവധി പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമില്ലാതെ തന്നെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ കർക്കശമായ ഒരു നിലപാട് തന്നെയാണ് കർമ്മസമിതിയുടെയും ഒപ്പം തന്നെ നാട്ടുകാരുടെയും. കാരണം തങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെടുമോ, അതിന് മാന്യമായ നഷ്ടപരിഹാരം ലഭിക്കുമോ, ഇത്തരം കാര്യങ്ങളൊന്നും തങ്ങളെ കൺവിൻസ് ചെയ്യാതെയാണ് അതായത് കല്ല് സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്ല് സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് നാട്ടുകാർ. സ്വാഭാവികമായും ഇന്നും നാളെയും ഒക്കെയായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് മാത്തോട്ടം ഭാഗത്തും അതുപോലെ തന്നെ കുറ്റിച്ചിറ ഭാഗത്തും എല്ലാം തന്നെ വളരെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളാണ്. ഒരുപാട് അടുത്തടുത്ത് 3
3.5-4 സെന്റിലൊക്കെ വീതം വീടുകൾ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട്. വലിയ അക്രമവും പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് പരമാവധി പ്രകോപനമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ ആളുകൾ ഈ കല്ലുകൾ, സർവേ കല്ലുകൾ പിഴുത് എറിയുന്നത് വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ തന്നെ ഈ റെയിൽവേ അധികൃതർക്ക് തിരിച്ചടിയാവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഡാനി, ഇന്നു മുതൽ ചിലപ്പോൾ ഒരു പക്ഷേ സർക്കാർ കാര്യങ്ങൾ മയപ്പെടുത്തിയേക്കാം. ഇന്നലെ വരെ ഉള്ളതുപോലെ പോലീസിന്റെ ഇടപെടൽ കാര്യമായി ഉണ്ടാകാനുള്ള സാഹചര്യമില്ല. ഒപ്പം ഈ റെയിൽ അധികൃതരും കേരള അധികൃതരും ജനങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ള നിർദ്ദേശം സർക്കാർ തലത്തിൽ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ എന്തെങ്കിലും ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ പോലീസ് മേധാവിയുടെ ഭാഗത്ത് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ടോ? ജനങ്ങളെ വലിയ തോതിൽ പ്രകോപിപ്പിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി കല്ലിടൽ നടത്തുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയല്ലേ ഉള്ളതിപ്പോൾ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ആ രീതിയിലല്ലാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥർക്കടക്കം ബോധ്യമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം പ്രതിഷേധം അത്ര കണ്ട് കനക്കുകയാണ്. പ്രത്യേകിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഇതര പ്രതിപക്ഷ പാർട്ടികളെന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാവരും തന്നെ ഈ രീതിയിലേക്ക് പ്രതിഷേധത്തിൻ്റെ ഒരു ഐക്യനിര രൂപപ്പെട്ടുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലൊരു പിന്തുണ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ രാഷ്ട്രീയമായൊരു സംഘം ചേരലടക്കം ഈ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, പ്രത്യേകിച്ച് ഈ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് തികച്ചും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം സ്പീഡ് ട്രാക്കിലാണ്, അല്ലെങ്കിൽ എത്രത്തോളം വേഗത്തിൽ തുക എന്തെല്ലാമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള അടക്കമുള്ള നിർദ്ദേശങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. ജനങ്ങളെ ഈ പദ്ധതിയെ സംബന്ധിച്ച് വിശദീകരിക്കാതെ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഫീൽഡിലെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അത് ബോധ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഈ ജനവാസ കേന്ദ്രങ്ങളിലടക്കം ഈ കല്ലുകൾ സ്ഥാപിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടെ എത്രമാത്രം സ്ഥലം നഷ്ടമാകുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുപോകണം. കാരണം ജനങ്ങൾക്ക് വലിയ രീതിയിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ സ്ഥലം എത്രത്തോളം നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിനൊരു അർഹമായ നഷ്ടപരിഹാരം കിട്ടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പലരെയും തന്നെ സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലടക്കം ഒരു പൊതു വിശദീകരണം നൽകുക, ഒപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് എതിർക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പ്രതിഷേധം വളരെ വലിയ രീതിയിലേക്ക് ഉയരുകയും ചെയ്യുന്ന സമീപനമാണ് കാണുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലടക്കം ഒരു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് സംയുക്തതയോടെ മുന്നോട്ട് പോവുക എന്ന രീതിയിലേക്ക് സർക്കാരും അതോടൊപ്പം തന്നെ മറ്റ് ഈ ഉദ്യോഗസ്ഥരടക്കമുള്ളവരെയൊക്കെ മാറ്റണം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ഇവരെ വിശ്വാസത്തിലെടുക്കുന്ന നടപടികൾ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതുകൊണ്ട് അതിനുള്ള നടപടികൾ തന്നെയായിരിക്കും ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതിഷേധിക്കുന്നത്. ഈ രീതിയിൽ പ്രതിഷേധങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സത്യം കൂടി ഇവിടേക്ക് എത്തുന്നവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ മയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സ്വാഭാവികമായും ഈ ദിവസങ്ങളിൽ ഇനി നടപടികൾ ഉണ്ടാകുക. രഞ്ജിത്ത്, ശരി. കോട്ടയത്ത് പെരുമ്പായിക്കാട് വില്ലേജിൽ സിൽവർ ലൈൻ പദ്ധതിക്കായി കല്ലിടാനുള്ള ശ്രമം ഇന്നും തുടരും. ഇന്നലെ കനത്ത പോലീസ് സന്നാഹത്തിൽ കല്ലിടാൻ നീക്കം നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. നാട്ടുകാരും കോൺഗ്രസ് BJP പ്രവർത്തകരും സംയുക്തമായി എതിർത്തോടെയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരിക്കും ഇന്നത്തെ കല്ലിടൽ. മാടപ്പള്ളിയിലും വിവിധ മേഖലകളിൽ പദ്ധതിക്കായി ഇനിയും കല്ലിടാനുണ്ട്. സിൽവർ ലൈൻ പ്രതിഷേധം ശക്തമായ കോട്ടയം മാടപ്പള്ളി പഞ്ചായത്തിൽ ഇടതുമുന്നണി ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തും. മാടപ്പള്ളി തെങ്ങണയിൽ വൈകുന്നേരം 5 മണിക്കാണ് യോഗം. ഇടതുമുന്നണി കൺവീനർ വിജയരാഘവൻ യോഗം ഉദ്ഘാടനം ചെയ്യും. സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള നീക്കമാണ് LDF ആരംഭിക്കുന്നത്. CPI, കേരള കോൺഗ്രസ് M എന്നിവ അടക്കമുള്ള ഘടകകക്ഷികളുടെ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. മലപ്പുറത്തും ഇന്ന് സർവേ ഉണ്ടാകും. ജില്ലയിലെ തിരുനാവായ പല്ലാർ മേഖലയിൽ പുനരാരംഭിക്കും. വലിയ പ്രതിഷേധങ്ങൾക്കിടെയാണ് സർവേ നടക്കുന്നത്. ശനിയാഴ്ച നിർത്തിവെച്ച സർവേ ജനങ്ങളുടെ പ്രതിഷേധം മുൻനിർത്തി ഇന്നലെ നടത്തിയിരുന്നില്ല. നിർദ്ദിഷ്ട പാത ഇപ്പോൾ ഉള്ള റെയിൽപാതയിൽ നിന്നും ദിശ മാറി പോകുന്നത് ഈ മേഖലയിൽ വെച്ചാണ്. 250-ലധികം വീടുകൾക്കിടയിലൂടെ വേണം പാതയുടെ സ്ഥാനം അടയാളപ്പെടുത്താൻ. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചേക്കും. സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങളോട് പ്രകോപനപരമായ നിലപാട് ഒഴിവാക്കി സർക്കാർ.
കഴിവതും പോലീസ് ഇടപെടൽ ഒഴിവാക്കുന്നതിനൊപ്പം കല്ലിടാനെത്തുമ്പോൾ ജനങ്ങളോട് സമചിത്തതയോടെ പെരുമാറണമെന്ന നിർദ്ദേശം കേരയിൽ ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്. പൂർത്തിയാവുന്ന ദേശീയപാതാ വികസനവും ജലപാതയും അടക്കം ചൂണ്ടിക്കാട്ടി കേരയിൽ വിരുദ്ധ പ്രചാരണങ്ങൾക്ക് മറുപടി നൽകാനും സർക്കാർ നീക്കം ആരംഭിച്ചു. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ പോലീസ് ഇടപെടൽ വലിയ വിവാദമായതോടെ സർക്കാരും കരുതലിലാണ്. പ്രകോപനപരമായ നീക്കങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ കല്ലിടാനെത്തുമ്പോഴുള്ള ഇടപെടൽ എങ്ങനെയാവണമെന്ന് സംബന്ധിച്ച നിർദ്ദേശം കേരയിൽ ഉദ്യോഗസ്ഥർക്കും നൽകി. സ്ഥല ഉടമകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം കേരയിൽ ഉദ്യോഗസ്ഥർ പെരുമാറിയെന്ന പരാതികൾ കണക്കിലെടുത്താണ് ഈ നീക്കം. സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുന്ന സമരത്തിൽ തീവ്രവാദ നിലപാടുള്ളവരുണ്ടെന്നാണ് സർക്കാർ വാദം. ശക്തമായ പോലീസ് ഇടപെടൽ ഉണ്ടാക്കുന്നതിനായി പ്രകോപനപരമായ നീക്കം സമരക്കാരിൽ നിന്നും ഉണ്ടാകാം. ഇത് മുൻകൂട്ടി കണ്ട് ഇടപെടണമെന്നാണ് നിർദ്ദേശം. പ്രതിപക്ഷം സമരത്തിന്റെ മുൻനിരയിലെത്തിയതോടെ രാഷ്ട്രീയ പ്രതിരോധമുയർത്തുകയാണ് സർക്കാരും. പൂർത്തിയാവുന്ന ദേശീയപാത വികസനം, ദേശീയ ജലപാതയുടെ പുരോഗതി, ഗെയിൽ 2ാം ഘട്ടത്തിന്റെ പൂർത്തീകരണം എന്നിവയെല്ലാം സർക്കാർ പ്രചരണ വിഷയമാക്കുകയാണ്. പോലീസ് നടപടിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ CPI ഉയർത്തിയ ഭിന്നസ്വരം ചർച്ചയിലൂടെ അനുനയിപ്പിക്കാനും നീക്കമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു പ്രദേശത്ത് സിൽവർ ലൈൻ അതിരടയാള കല്ലിടാൻ എത്ര രൂപ ചെലവ് വരും? ഒരു കല്ലിന്റെ ചെലവ് എത്രയാണ്? റിപ്പോർട്ട് കാണാം. 24,000 അതിരടയാള കല്ലുകളാണ് സിൽവർ ലൈനിനു വേണ്ടി സംസ്ഥാനത്ത് തെക്കുമുതൽ വടക്കുവരെ ഇടുന്നത്. ഒരു പ്രദേശത്ത് കല്ലിടാൻ ശരാശരി ചെലവ് 10,000 രൂപയെന്നാണ് കേരളിന്റെ കണക്ക്. കല്ലിടാൻ കരാറുകാരന് 1,000 രൂപ, സുരക്ഷയൊരുക്കാൻ പോലീസിന് ഒരു ദിവസം 6,000 മുതൽ 7,000 രൂപ വരെ, മേൽനോട്ട ചെലവ് 1,000 രൂപ, ഗതാഗത ചെലവ് ശരാശരി 1,700 രൂപ, റവന്യൂ ഉദ്യോഗസ്ഥരുടെ ശമ്പളമടക്കമുള്ള മറ്റു ചെലവുകൾ വേറെ. 90 സെന്റിമീറ്ററാണ് ഒരു അതിരടയാളക്കല്ലിന്റെ ഉയരം, വീതി 15 സെന്റിമീറ്റർ. ആകെ സ്ഥാപിക്കേണ്ടത് 24,000 അതിരടയാളക്കല്ലുകൾ. ഇതുവരെ ഇട്ടതാകട്ടെ 6,100 കല്ലുകൾ മാത്രം. ഇതിൽ പലതും പിഴുതുമാറ്റുകയും ചെയ്തു. സംസ്ഥാന വ്യാപകമായി 3 കരാറു കമ്പനികൾക്കാണ് അതിരടയാളക്കല്ലിടുന്നതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. 2 മാസം കൊണ്ട് കല്ലിടൽ പൂർത്തിയാക്കാനാണ് കേരയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് മഴയ്ക്ക് മുൻപ് സർവേ പൂർത്തിയാക്കുക. പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇത് വീണ്ടും നീണ്ടുപോയേക്കും. ഇങ്ങനെയെങ്കിൽ കണക്കുകൂട്ടിയ ചെലവുകളിലും മാറ്റമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ അന്വേഷണം നടൻ ദിലീപിന്റെ സുഹൃത്തുക്കളായ സിനിമാ നടിമാരിലേക്കും. കേസുമായി ബന്ധപ്പെട്ട് സീരിയൽ നടിയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. മലയാളത്തിലെ പ്രമുഖ നായിക നടിക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയേക്കും. ദിലീപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖലയിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നത്. ദിലീപുമായി അടുത്ത ബന്ധമുള്ള സീരിയൽ താരം, ദിലീപ് സിനിമകളിൽ സഹായിയായി ജോലി നോക്കുന്ന യുവതി അടക്കമുള്ളവരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവരുമായി ദിലീപ് ചർച്ച ചെയ്തിരുന്നുവെന്നാണ് വിവരം. വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അടുത്തിടെ സിനിമാ ലോകത്തേക്ക് തിരികെ വരികയും ചെയ്ത നടിയുമായും ദിലീപ് തുടർച്ചയായി ആശയവിനിമയം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തിബന്ധത്തിനപ്പുറം ഇരുവരും തമ്മിൽ കേസ് സംബന്ധിച്ച ആശയവിനിമയം നടന്നു എന്നാണ് പരിശോധിക്കുന്നത്. മൊഴി നൽകാൻ ഹാജരാകുന്നതിനായി നടിക്ക് ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് സൂചന. ഈ നടി ഉൾപ്പെടെ 12 പേരുമായുള്ള സന്ദേശങ്ങൾ മായ്ച്ചു കളഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവരിൽ തന്നെ 4 പേരുമായി സ്വകാര്യ സംഭാഷണത്തിനപ്പുറം അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചതായും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ മായ്ച്ചു കളയാൻ സഹായിച്ചുവെന്ന് കരുതുന്ന സൈബർ വിദഗ്ധൻ സായി ശങ്കർ സമർപ്പിച്ച 2 ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജിയും പോലീസ് പീഡനം ആരോപിച്ചുള്ള മറ്റൊരു ഹർജിയുമാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. പോലീസ് തന്നെ വേട്ടയാടുകയാണെന്നും സംരക്ഷണം വേണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. അഭിഭാഷകരടക്കമുള്ളവർക്കെതിരെ മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ചിന്റെ സമ്മർദ്ദമുണ്ടെന്നും ഹർജിയിലുണ്ട്. മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് മറ്റൊരു ഹർജി. മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതിയിൽ അന്തിമവാദം ഇന്ന് മുതൽ ആരംഭിക്കും. ജസ്റ്റിസുമാരായ AM ഖാൻവിൽക്കർ, ദിനേശ് മഹേശ്വരി, CT രവികുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജലനിരപ്പ്, ഇൻസ്ട്രുമെന്റേഷൻ, ഷട്ടർ തുറക്കൽ, മേൽനോട്ട സമിതിയുടെ ഘടന എന്നിവയെല്ലാം അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അന്തിമവാദം കേൾക്കുമ്പോൾ പരിഗണിക്കേണ്ട വിഷയങ്ങൾ കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ അഭിഭാഷകർ ചർച്ച ചെയ്ത് ധാരണയിലെത്തിയിരുന്നു. ജനങ്ങളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ നിയമപരമായ വശങ്ങളാണ് കോടതി പരിശോധിക്കുക. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായി പുഷ്കർ സിംഗ് ധാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 11 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം ചുമതലയേൽക്കും. ഗോവ മുഖ്യമന്ത്രിയായി പ്രമോദ് സാവന്തിനെയും തീരുമാനിച്ചു.
മികച്ച വിജയം നേടി ഉത്തരാഖണ്ഡിൽ BJP അധികാരം നിലനിർത്തിയെങ്കിലും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ പരാജയം വലിയ തിരിച്ചടിയായിരുന്നു. സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ട ധാമി മുഖ്യമന്ത്രിയായി തുടരുമോ എന്നതിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. എന്നാൽ വിശ്വസ്തനായ ധാമിയെ കൈവിടേണ്ടതില്ലെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. MLA-മാരിൽ ഭൂരിഭാഗവും ധാമിയെയാണ് പിന്തുണച്ചതും. ഡെറാഡൂണിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മീനാക്ഷി ലേഖി, പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത നിയമസഭാ കക്ഷി യോഗമാണ് ധാമിയെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നാളെ ധാമി മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 11 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം ചുമതലയേൽക്കും. അതേസമയം ഗോവ മുഖ്യമന്ത്രിയായി പ്രമോദ് സാവന്തിനെയും തീരുമാനിച്ചിട്ടുണ്ട്. സാവന്തിന്റെ നേതൃത്വത്തിൽ BJP നേതാക്കൾ രാജ്ഭവനിലെത്തി ഗവർണർ PS ശ്രീധരൻപിള്ളയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. വെള്ളിയാഴ്ചയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ന്യൂസ് 18 ഡൽഹി. പാലക്കാട് മുട്ടിക്കുളങ്ങര പോലീസ് പരിശീലന കേന്ദ്രത്തിൽ ക്യാമ്പ് ഫോളോവർമാരെ ഉപയോഗിച്ച് നിർമ്മാണ ജോലികൾ ചെയ്യിക്കുന്നു. ക്യാമ്പ് ഫോളോവർമാരെ കൊണ്ട് മറ്റു ജോലികൾ ചെയ്യിക്കാൻ പാടില്ലെന്ന DGPയുടെ ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് അനധികൃതമായി നിർമ്മാണ ജോലികൾ ചെയ്യിപ്പിക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മുട്ടിക്കുളങ്ങര പോലീസ് പരിശീലന കേന്ദ്രത്തിലെ പ്രധാന കവാടത്തിൽ സിമന്റ് കുഴയ്ക്കുകയും തേക്കുകയും ചെയ്യുന്നത് ക്യാമ്പിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ക്യാമ്പ് ഫോളോവർമാരാണ്. പാചകം, അടിച്ചുവാരൽ, തുണിയലക്കൽ, മുടിവെട്ടൽ തുടങ്ങിയ ജോലികൾക്കായാണ് ക്യാമ്പ് ഫോളോവർമാരെ നിയമിക്കുന്നത്. എന്നാൽ ചില ഓഫീസർമാർ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കും മറ്റുമായി ഇവരെ ഉപയോഗിച്ചു തുടങ്ങിയതോടെയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ജോലികൾക്കല്ലാതെ മറ്റൊരു ജോലികൾക്കും ക്യാമ്പ് ഫോളോവർമാരെ ഉപയോഗിക്കരുതെന്ന് DGP ഉത്തരവിറക്കിയത്. ഈ ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് മുട്ടിക്കുളങ്ങരയിൽ ക്യാമ്പ് ഫോളോവർമാരെ നിർമ്മാണ ജോലികൾക്കായി ഉപയോഗിക്കുന്നത്. മുട്ടിക്കുളങ്ങരയിൽ അടുത്തിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളാണ് ക്യാമ്പ് ഫോളോവർമാരെ കൊണ്ട് ചെയ്യിച്ചത്. പരാതിപ്പെട്ടാൽ ജോലി നഷ്ടമാകും എന്നതിനാൽ അതൃപ്തി മറച്ചുവെച്ച് ജോലി ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് ക്യാമ്പ് ഫോളോവർമാർ. ക്യാമ്പ് ഫോളോവർമാരെ ഉപയോഗിച്ച് അവർക്ക് ചുമതലപ്പെട്ട ജോലികളല്ലാതെ മറ്റൊന്നും ചെയ്യിക്കരുത് എന്നാണ് DGPയുടെ ഉത്തരവ്. ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നാണ് മുട്ടിക്കുളങ്ങരയിലെ കാഴ്ച തെളിയിക്കുന്നത്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. പ്രസാദ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രസാദ്, അവിടെ അവർ നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാം. ക്യാമ്പ് ഫോളോവർമാരെ ഒരു തരത്തിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ലംഘിച്ച് പല ഭാഗങ്ങളിലും സംഭവിക്കുന്നത് പോലെ തന്നെ ഇവിടെയും തുടരുന്നു എന്നുള്ളതാണോ? അങ്ങനെ തന്നെയാണ്. കാരണം ക്യാമ്പ് ഫോളോവർമാർക്ക് 5 ചുമതലകളാണ് പ്രധാനമായും ഉള്ളത്. ഈ ചുമതലകളല്ലാതെ മറ്റൊന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് DGPയുടെ ഉത്തരവ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ അത് ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഈ മുട്ടിക്കുളങ്ങരയിൽ കാണുന്നത്. കഴിഞ്ഞ ഈ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ക്യാമ്പ് ഫോളോവർമാരെ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തികളിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇതിനെതിരെ ക്യാമ്പ് ഫോളോവർമാർക്കെതിരെ കടുത്ത അമർഷമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഇത് ഏതെങ്കിലും തരത്തിൽ തുറന്നു പറയുകയോ പരാതിപ്പെടുകയോ ചെയ്താൽ അവരുടെ ജോലി നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മുട്ടിക്കുളങ്ങരയിൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പലതും കരാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പ് ഫോളോവർമാരെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമാൻഡന്റിന്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ചെയ്യുന്നത് DGPയുടെ ഉത്തരവ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇത്തരത്തിൽ ചെയ്യുന്നത് തെറ്റില്ല, അവരെ സഹായിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഒരിക്കൽ പോലും അവർക്ക് ചുമതലപ്പെട്ട ജോലികൾ പ്രധാനമായും അടിച്ചുവാരൽ, തുണിയലക്കൽ, മുടിവെട്ടൽ തുടങ്ങിയ പാചകം തുടങ്ങിയ ജോലികളാണ് ക്യാമ്പ് ഫോളോവർമാരുടെ ചുമതലകൾ എന്ന് പറയുന്നത്. അതിന് അപ്പുറത്തേക്ക് പലപ്പോഴും ഓഫീസർമാരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ വീട്ടുകാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾക്കുമെല്ലാം തന്നെ ഈ ക്യാമ്പ് ഫോളോവർമാരെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പരാതി വ്യാപകമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് DGP തന്നെ നേരിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം അവരുടെ ചുമതലകളല്ലാതെ മറ്റൊന്നും ചെയ്യിപ്പിക്കരുതെന്ന്. പക്ഷേ ഇത് ലംഘിക്കപ്പെടുന്നു, തുടർച്ചയായി ലംഘിക്കപ്പെടുന്നു. പല ക്യാമ്പുകളിലും ഇത് സ്ഥിരം കാഴ്ചയാണ്. ഇപ്പോൾ മുട്ടിക്കുളങ്ങരയിലും പോലും അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ക്യാമ്പ് ഫോളോവർമാരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഉയർന്നിട്ടുള്ള പരാതി. അതാണ് പ്രധാന വിഷയം. ഏതായാലും ക്യാമ്പ് ഫോളോവർമാരെ കൊണ്ട് ഇത്തരത്തിൽ മറ്റു ജോലികളിൽ ഏർപ്പെടുത്തരുത് എന്നുള്ള കർശന നിർദ്ദേശം ഉണ്ടാകുമ്പോഴാണ് മുട്ടിക്കുളങ്ങരയിൽ വലിയ ഒരു ലംഘനം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. പ്രസാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.
തൃശൂരിലെ തിരക്കുകളിൽ നിന്നും യാത്ര പറഞ്ഞ് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ വൈശാഖൻ പാലക്കാട്ടേക്ക് താമസം മാറി. പാലക്കാട് ചിറ്റൂരിൽ മകൾ പൂർണിമ നിർമ്മിച്ചു നൽകിയ പൗർണമി എന്ന വീട്ടിലാകും വൈശാഖന്റെ ഇനിയുള്ള ജീവിതം. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട് കാണാം. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ വൈശാഖൻ അദ്ദേഹം പാലക്കാട്ടേക്ക് താമസം മാറിയിരിക്കുകയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം തൃശ്ശൂരിലായിരുന്നു. അവിടുത്തെ സാഹിത്യ അക്കാദമിയുടെ തിരക്കുകളെല്ലാം മാറി ഇപ്പോൾ വീണ്ടും പാലക്കാട്ടേക്ക് വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് അന്തരീക്ഷമൊക്കെ? പാലക്കാടിനോട് എനിക്ക് അടുത്ത ഹൃദയബന്ധമുള്ള സ്ഥലമാണ്. കാരണം ഞാൻ ഈ മലയാളം പ്രദേശത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് റെയിൽവേയിൽ ഒരുപാട് ശ്രമിച്ച് ആന്ധ്രയുടെ അങ്ങേയറ്റത്തുനിന്ന് തുടങ്ങിയ യാത്രയാണ്. അങ്ങനെ വന്ന് മദ്രാസ്, കർണാടകം ഒക്കെ കഴിച്ച് ആദ്യമായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ, അതിന് ശേഷം മാഷാവണമെന്ന് എൻ്റെ ഒരു സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിച്ച സ്ഥലമാണ് പാലക്കാട്. പാലക്കാട് ജംഗ്ഷൻ, അതുപോലെ തന്നെ കഞ്ചിക്കോട്, വാളയാർ, ഇവിടെയൊക്കെ ഞാൻ ജോലി ചെയ്തു. പിന്നെ നമ്മുടെ മക്കൾ 3 പേരുടെ വിവാഹം ഇവിടെ വെച്ചായിരുന്നു, പാലക്കാട് വെച്ചായിരുന്നു. എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമ്പോൾ ഒരു വലിയ സ്വീകരണമൊക്കെ പാലക്കാടാണ് TR അജയൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നു. പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ പ്രിയ കൂട്ടുകാരി, ഇവർ 3 പേരും ഈ ലോകം വെടിഞ്ഞതും പാലക്കാട് വെച്ചിട്ടാണ്. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ പാലക്കാടുണ്ട്. അതുകൊണ്ട് ഞാൻ തൃശ്ശൂരേക്ക് പോയത് പത്മ മരിച്ചപ്പോഴാണ്. അപ്പം എനിക്ക് ഇവിടെ തുടരാൻ വിഷമം തോന്നി. അന്ന് താമസിക്കുന്നത് അവിടെ ധോണിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മോൻ്റെ കൂടെ അങ്ങ് പോയതാണ്. പക്ഷെ അത് എന്നെ റിവൈവ് ചെയ്യാൻ സഹായിച്ചു. 23 വർഷത്തോളം അവിടെ 23 വർഷം. അതിനിടയ്ക്ക് ഒരു 8-9 വർഷം സാഹിത്യ അക്കാദമിയുടെ ഭരണസമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി MT ഉള്ളപ്പോഴാണ് ഞാൻ അവിടെ വരുന്നത്. MT ആവശ്യപ്പെട്ടു. MT ആയിരുന്നു പ്രസിഡൻറ്റ്. പിന്നെ ഇപ്പം പ്രസിഡൻ്റായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം മോള് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അച്ഛന് വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കും. അവിടെ തന്നെ മോളും രാജീവും, 2 പേരും. രാജീവ് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ മോൻ്റെ കൂട്ട് തന്നെയാണ്, മോളുടെ ഹസ്ബൻഡ് LIC-ലാണ്. അപ്പോൾ അവനും ഇവർ 2 പേരും കൂടെ എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ തൊട്ട് എനിക്ക് വാട്സപ്പിൽ അയക്കും. ഓരോ സ്റ്റെപ്പ് പ്രോഗ്രസ്സും എനിക്ക് അയച്ചു തരും. അങ്ങനെ പൂർത്തിയായിട്ടിപ്പോൾ ഒരു മാസമായി കാത്തിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വരാൻ പറ്റി. ഈ തൃശ്ശൂർ കഴിയുന്ന സമയത്ത് പാലക്കാട്ടേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നോ, അതോ മകളുടെ ഒരു ആഗ്രഹപ്രകാരം വന്നതാണോ? പ്രധാനമായിട്ടും മകളുടെ ആഗ്രഹം തന്നെയാണ്. പക്ഷേ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സാധ്യതയില്ല, അതുകൊണ്ട് നമ്മൾ വീടൊക്കെ വിറ്റല്ലോ. പക്ഷേ മോളുടെ ആഗ്രഹമാണ് അതിൻ്റെ മെയിൻ മോട്ടിവേഷൻ അതിൻ്റെ പറയുള്ളത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ എങ്ങനെയാണ്? വളരെ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, അതായത് രാവിലെ 5:30 മണിക്ക് കോഴി കൂവുന്നത് കേട്ടിട്ട് കുറേ കാലമായി. അപ്പോൾ ഇന്ന് ഞാൻ അത് കേട്ടു. പലതവണ കോഴി കൂവുന്നത് കേട്ടു, പക്ഷികളുടെ ശബ്ദങ്ങൾ, പിന്നെ ഒരു വളരെ ശുദ്ധമായ വായു ഒക്കെ. ആ വ്യത്യാസം അറിയുന്നുണ്ട് എനിക്ക്. ഇപ്പം ഡൽഹി എന്ന് വെച്ചാൽ ഹൈലി പൊല്യൂട്ടഡ് ആണ്. അത് തൃശ്ശൂർ നഗരം അങ്ങനെയാണ്. നഗരം ഒരുപാട് വണ്ടികളും അതൊക്കെയാണ്, ശബ്ദങ്ങളും ഒക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പം വളരെ ശാന്തമാണെന്ന് പറയാം. സ്വസ്ഥമാണല്ലേ? സ്വസ്ഥം. ഞങ്ങളിവിടെ വന്ന സമയത്ത് ആദ്യം വിചാരിച്ചു മാഷ് ഇപ്പോൾ ഇന്നലെയാണല്ലോ കഴിഞ്ഞ ദിവസമാണ് താമസം തുടങ്ങിയത്. അപ്പോൾ വഴി കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നും വിചാരിച്ചു, വളരെ കുറഞ്ഞ വഴി. പക്ഷേ ഇറങ്ങി ഇവിടുത്തെ ജംഗ്ഷനിൽ ചോദിച്ചപ്പോൾ തന്നെ വളരെ കൃത്യമായി വഴി അറിഞ്ഞിട്ടുണ്ട്. മാഷ് വന്ന് ഇവരെ നാടറിഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരുപക്ഷെ ചോദിച്ചാൽ ആർക്കും അറിയാൻ പാടില്ലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ. ഇപ്പോൾ ഇത് ഒരു ചെറിയ സ്ഥലമായതുകൊണ്ടൊക്കെയാണ് അങ്ങനെ അറിയണേ. ഞാൻ തൃശ്ശൂർ താമസമുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 1-2 വർഷത്തേക്ക് ആർക്കും അറിയാൻ പാടില്ല. കച്ചവടക്കാരാണ് കൂടുതൽ. പിന്നെ ഇങ്ങനെ ബേക്കറി അങ്ങനെ അറിഞ്ഞു വന്നിട്ട് പെട്ടെന്ന് കാണിച്ചു കൊടുക്കും. നാട്ടിൻപുറത്തിൻ്റെ ഒരു ഗുണമാണ് വന്നിറങ്ങിയത്. നാട്ടിൻപുറത്തൊരു പശു പോയി കഴിഞ്ഞാൽ ഇന്നയാളുടെ പശുവാണെന്ന് പറയും, അല്ലേ? ഞാനൊരു കഥയെ തന്നെ എഴുതിയിട്ടുണ്ട്. ധോണി പ്രദേശത്ത് കൂളംകുട്ടി എന്ന് പറയും, കാളക്കുട്ടിയെ. അപ്പോൾ ഈ കൂളംകുട്ടി, ഇത് രാമേട്ടൻ്റെ കൂളംകുട്ടിയാണെന്ന് ഒരാൾ പറയുന്നുണ്ട്. അതാണ് ഗ്രാമത്തിൻ്റെ സവിശേഷത. പശുവിനെ പോലും തിരിച്ചറിയും, നായയെ തിരിച്ചറിയും. അതൊരു വ്യത്യാസമല്ലേ? ഞങ്ങൾക്ക് ഇനി ഒരുപാട് കഥകൾ അറിയാം. നിശ്ചയമായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ആന്ധ്ര, രാജമണ്ഡ്രി, കാക്കിനാട്, അവിടെ നിന്നൊക്കെ ഞാൻ വരണേ. വിജയവാഡ ഡിവിഷനായിരുന്നു. അവിടുന്ന് ചെന്നൈ, മദ്രാസ് ഡിവിഷൻ അന്നത്തെ, കർണാടകത്തിൽ വരെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിലേക്ക് ചോദിച്ച് വാങ്ങിച്ചതാണ്. സീനിയോറിറ്റിയെ കളഞ്ഞിട്ടാണ് വരണേ. പക്ഷേ 20 വർഷം കഴിയുമ്പോൾ ഞാൻ VRS എടുക്കണം തീരുമാനിച്ചാണ് വന്നത്. കൃത്യം 20-ാം വർഷം തികഞ്ഞ ദിവസം എഴുതി കൊടുത്തു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഈ പാലക്കാട് ഒരു ദിവസമായിട്ടുള്ളൂ എങ്കിൽ പോലും ഒരു മനസ്സിലൊരു കഥയുടെ വിത്ത് മുളച്ചിട്ടുണ്ടോ? എന്താണ്? ഒന്നുമില്ല, കുറച്ച് സമയം എടുക്കും. പാലക്കാട് പശ്ചാത്തലമാക്കിക്കൊണ്ട് ഞാനൊരു വണ്ടി വേഷം എന്ന് പറഞ്ഞ കഥ എഴുതിയിട്ടുണ്ട്. അത് പാലക്കാട് വിഷുവേലയാണ് അതിൻ്റെ പശ്ചാത്തലം.
അതിൻ്റെ ഭാഷയൊക്കെ പാലക്കാടൻ ഭാഷയാണ്. അത് ഒരു ദിനേശ് ഉണ്ട് കല്ലേക്കുളങ്ങര. അപ്പോൾ ഞാൻ എഴുതിയ ഭാഷ ഡയലോഗ് ദിനേശിനോട് ചോദിച്ച് ഞാനത് പക്ക പാലക്കാട് ഭാഷയാക്കി. പയ്യൻ തിരക്കേടില്ല എന്ന് ഞാൻ പറയുമ്പോൾ ചെക്കൻ വേണ്ടില്ല എന്ന് ദിനേശ് പറയും. അങ്ങനെ അതിൽ പക്ക പാലക്കാട് നാടൻ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് ആ കഥയിൽ. വണ്ടി വേഷം എന്നിട്ട് ഇവിടെ ഒരു ഹെറിറ്റേജ് സംഘടന ഒരു കലണ്ടർ ഇറക്കിയിട്ടുണ്ട്, അതിൽ ഈ കഥ ഇട്ടിട്ടുണ്ട് അതിൽ. പിന്നെ പാലക്കാട് പശ്ചാത്തലമായിട്ട് ധോണി പശ്ചാത്തലമായിട്ടാണ് കല്ലത്താണി എന്നൊരു കഥയുണ്ട്, അത് തൃശ്ശൂർ നാടകമൊക്കെ ആക്കി. അങ്ങനെ പാലക്കാടിൻ്റെ ഊഷ്മളമായ ബന്ധമാണ് എനിക്ക് പാലക്കാടായിട്ടുള്ളത്. തൃശ്ശൂർ തീർച്ചയായിട്ടും അടുത്ത് തന്നെ രണ്ടാമത്തെ സ്ഥാനത്ത് തൃശ്ശൂർക്ക് വരും. എൻ്റെ ജന്മദേശം മൂവാറ്റുപുഴയാണെങ്കിലും ഞാൻ ആകെ താമസിച്ചിട്ടുള്ളത് അവിടെ 3 വർഷമേ ഉള്ളൂ, കൂടുതൽ താമസിച്ചുള്ളൂ. ബാക്കിയെല്ലാം പുറത്താണ്, ഒരുപാട് സ്ഥലങ്ങളിൽ. ജീവിതത്തിലെ ഒരു പുതിയ സ്റ്റേഷനാണ് പുതിയ സ്റ്റേഷനാണ്. ഇനി ഏതോ ഒരു പത്രത്തിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇനി ചിറ്റൂർ സ്റ്റേഷനിലാണ് എന്ന് പറഞ്ഞിട്ട്. വാസ്തവത്തിൽ റെയിൽവേ സംബന്ധമായിട്ടുള്ള കഥകൾ മലയാള ചെറുകഥയിൽ ആദ്യത്തെ റെയിൽവേ പശ്ചാത്തല കഥ എൻ്റെ കഥ തന്നെയാണ്. 69 വൈശാഖൻ എന്ന് പറഞ്ഞ പേരിൽ ആദ്യത്തെ കഥ അത്. അതിനുശേഷം ഞാനൊരു 30-32 കഥ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അത് റെയിൽവേ പ്രത്യേകതയുണ്ടല്ലോ, അതുകൊണ്ട് പലരും എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ റെയിൽവേ ആയിട്ട് ബന്ധിപ്പിക്കും. അങ്ങനെ 180ഓളം കഥ എഴുതിയിട്ടുണ്ട്, അതിൽ 32 കഥയേ ഉള്ളൂ റെയിൽവേ. പക്ഷേ റെയിൽവേ അങ്ങനെ അധികം ഇല്ലല്ലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് റെയിൽവേയിലേക്ക് പിടിക്കും. ആളുകൾക്ക് താല്പര്യമായിരിക്കും, യാത്രയും പലരും പറയാറുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആളൊഴിഞ്ഞ ചെറിയ സ്റ്റേഷനുകൾ കാണുമ്പം നിങ്ങളെ ഓർമ്മ വരുന്നതെന്ന് പറയും. കാരണം എൻ്റെ സ്റ്റേഷനുകൾ അങ്ങനെയുള്ള സ്റ്റേഷനുകളാണ് എൻ്റെ കഥകളിൽ. അങ്ങനെ ഒരുപാട് സ്റ്റേഷനുള്ള ഒരു വഴിയാണ് പൊള്ളാച്ചിയിലേക്ക് പോകുന്നത്. നല്ല രസം. കൊല്ലങ്കോട് രസകരമായ രീതിയിലേക്ക് വരും. ഈ സാഹിത്യ അക്കാദമിയുടെ ഒരു തിരക്കുകളിലൊക്കെ ഒഴിഞ്ഞതിൻ്റെ ഒരു എന്താണ് ആ ഒരു വലിയ ആശ്വാസമുണ്ട്. കാരണം സാഹിത്യ അക്കാദമി തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കോവിഡ് വരുന്നതിന് മുമ്പ് സാഹിത്യ അക്കാദമി ഞാൻ ചുമതലയേൽക്കുമ്പോൾ ഞാൻ നമ്മുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് അവർ പബ്ലിഷ് ചെയ്തിരുന്നത് സാഹിത്യത്തിൻ്റെ പ്രഭാവം എത്താത്ത മേഖലകളുണ്ട് ജീവിതത്തിൽ. എഴുത്തുകാർ ചില ധരിച്ചു വെച്ചാൽ അവരാണ് എല്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ അതെത്താത്ത ഇടങ്ങളിലേക്ക് സാഹിത്യത്തെ എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു. അതനുസരിച്ച് മത്സ്യബന്ധന തൊഴിലാളികളുടെ ഒരു ക്യാമ്പ് നടത്തി നീലേശ്വരത്ത്. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടി ഒരു ക്യാമ്പ് നടത്തി ആദ്യമായിട്ട്. കുടുംബശ്രീക്ക് വേണ്ടി നടത്തി. ഇനി എൻ്റെ അംഗപരിമിതർക്ക് വേണ്ടി ഒരു നടത്തി. ഇനി മോട്ടോ തൊഴിലാളികൾ, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് നടന്നില്ല, അപ്പോഴത്തേക്കും കോവിഡ് വന്നു. പക്ഷെ ആ ചെയ്ത 3 വർഷം ഈ ലക്ഷ്യം വെച്ച് തന്നെ നമ്മൾ ചെയ്തു. സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ഡിതരുടെ ഇടയ്ക്കോ അങ്ങനെയുള്ളവരുടെ ഇടയ്ക്കോ ആയിരിക്കരുത്, ജനങ്ങളുടെ നടുക്കുള്ളതായിരിക്കണം. അങ്ങനെ എത്തിക്കാൻ എന്താ വഴിയെന്നാണ് ഇപ്പോൾ ശരിക്കും എഴുത്തുകാർ അന്വേഷിക്കേണ്ടത് ഞാൻ പറയുന്നത്. ഒരു സർക്കിളിൽ മാത്രം ഒതുങ്ങി നിൽക്കണം, അങ്ങനെ സ്റ്റാഗ്നേറ്റഡ് ആയ സംഗതിയല്ല. കാരണം ചങ്ങമ്പുഴയും കുമാരനാശാനും അതുപോലെ തന്നെ ഈ നമ്മുടെ ബാലേന്ദ്രൻ ചുള്ളിക്കാടും കടമ്മനിട്ടയൊക്കെ എഴുതുന്ന കാലത്ത് നമ്മുടെ സംസ്കാരം രൂപീകരിക്കുന്നതിൽ സാഹിത്യത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ചങ്ങമ്പുഴയൊക്കെ രമണൻ എഴുതുമ്പോഴും ഒക്കെ പൊൻകുന്നം വർക്കിയുടെ കഥകൾ, ബഷീറിൻ്റെ കഥകൾ, ഇതൊക്കെ ഉറൂബ്, ഇങ്ങനെ വരുമ്പോൾ അവർക്ക് MT മാധവിക്കുട്ടി, അത് കഴിഞ്ഞിട്ട് ഒരുപാട് എഴുത്തുകാരിപ്പോൾ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ സാമാന്യ ജനങ്ങളിൽ നിന്ന് കുറച്ചകന്ന് പോയിട്ടുണ്ട്. അത് ഈ വായന സാധാരണ ചില കഥകളൊന്നും സാധാരണക്കാർ പറയും നമുക്ക് ഇപ്പോഴത്തെ കഥകൾ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നിലവാരമല്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ലോകത്തിലെ ഏറ്റവും ഗഹനമായ ആശയങ്ങളുള്ള കൃതികൾ ലളിതമായിട്ട് എഴുതിയേക്കണം, വളരെ ലളിതം. ടോൾസ്റ്റോയി ഇപ്പോൾ നേരെ തിരിച്ച ലളിതമായ കാര്യങ്ങൾ എത്രയും ഗഹനമായിട്ട് പറയാന്നുള്ളതാണ് ശരിക്കും ഒരു വിഷമം. ഐൻസ്റ്റീനെ പോലെ ഒരു ശാസ്ത്രജ്ഞൻ ഒന്നും മനസ്സിലാകാത്ത കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ഐൻസ്റ്റീനെ പോലെ ശാസ്ത്രജ്ഞൻ. പിന്നെയാണ് സാഹിത്യം. സാഹിത്യ ഭാഷ എന്ന് പറഞ്ഞൊരു ഭാഷ ഇല്ല. നമ്മൾ ഈ വർത്തമാനം പറഞ്ഞതാണ് ശരിക്കും സാഹിത്യ ഭാഷ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര ലളിതമായിട്ട് അതിന് ശ്രമിക്കണം, എന്നാലേ പറ്റുള്ളൂ. ഗഹനമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കഥകൾ, കവിതകൾ ഒക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരണം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ജനാധിപത്യം, സൗന്ദര്യബോധത്തിൻ്റെ ഒരു ജനാധിപത്യം ഉണ്ടല്ലോ, അത് നടപ്പാവും. സാഹിത്യത്തെ മാറ്റി നിർത്തില്ല, അതിനൊപ്പം ചേർത്തുണ്ടല്ലോ. എന്തായാലും എല്ലാവിധ ആശംസകളും. നമുക്കിനി പാലക്കാട് എന്നുള്ള കഥകളായിരിക്കാം മാഷ് നിന്ന് കേൾക്കാനും വായിക്കാനും എല്ലാം ഉള്ളത്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18.
KSRTCക്കുള്ള ഡീസലിന്റെ വില വർദ്ധിപ്പിച്ച എണ്ണ കമ്പനികളുടെ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി എതിർകക്ഷികളായ കേന്ദ്ര സർക്കാരിനും വിവിധ എണ്ണ കമ്പനികൾക്കും നോട്ടീസ് അയച്ചിരുന്നു. ഡീസൽ ലിറ്ററിന് 27 രൂപയിലധികം വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഡീസലിന് പൊതുവിപണിയിലേക്കാൾ 27 രൂപ അധികം KSRTCയിൽ നിന്നും ഈടാക്കാനുള്ള തീരുമാനം നിയമവിരുദ്ധമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടും. കൊച്ചി മെട്രോയുടെ ചരിവ് കണ്ടെത്തിയ പത്തടിപ്പാലത്തെ പില്ലറിന്റെ അടിത്തറ ബലപ്പെടുത്തുന്ന ജോലികൾ ആരംഭിച്ചു. നിലവിലുള്ള മെട്രോ റെയിൽ ഗതാഗതത്തെ ബാധിക്കാത്ത വിധത്തിൽ മഴക്കാലത്തിന് മുൻപ് ജോലികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. കൊച്ചി മെട്രോയുടെ പത്തടിപ്പാലത്തെ 347 നമ്പർ പില്ലറിന്റെ അടിത്തറ ബലപ്പെടുത്തുന്ന ജോലികളാണ് തുടങ്ങിയത്. DMRC, L&T, ഏജിസ്, KMRL എന്നിവയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ. അറ്റകുറ്റപ്പണിക്കുള്ള ചെലവുകൾ L&T നിർവഹിക്കും. മറ്റ് മെട്രോ തൂണുകളിലും വിശദമായ പരിശോധന നടത്തും. തൂണിന് ചെരുവ് കണ്ടെത്തിയ സംഭവത്തിൽ KMRLന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് വ്യക്തമാക്കി. എന്തായാലും ഗൗരവമായ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. സാധാരണ DMRC ഒരു വിശ്വാസ്യതയുള്ള സംവിധാനമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ നിർമ്മാണ ഘട്ടത്തിൽ വീഴ്ച വന്നതായിട്ട് ഇപ്പോൾ DMRCയുടെ അധികൃതർ തന്നെ പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ച് KMRLന്റെ ഒരു പ്രാഥമികമായ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ആവശ്യമായ തീരുമാനങ്ങൾ സർക്കാർ മഴക്കാലത്തിന് മുൻപായി ജോലികൾ പൂർത്തിയാക്കും. നിലവിലുള്ള മെട്രോ റെയിൽ ഗതാഗതത്തെ ബാധിക്കാത്ത വിധത്തിലാകും നിർമ്മാണ ജോലികൾ നടക്കുകയെന്നും കൊച്ചി മെട്രോ കമ്പനി അറിയിച്ചു. സനോജ് സുരേന്ദ്രൻ, News 18 കൊച്ചി. ശമ്പള പരിഷ്കരണം നടന്ന് 1 വർഷം പിന്നിട്ടിട്ടും മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ജീവനക്കാർക്ക് പുതുക്കിയ ശമ്പളം ലഭ്യമായില്ല. ബോർഡിന് ആവശ്യമായ ഫണ്ടില്ലാത്തതും ദേവസ്വം ഏകീകരണ ബിൽ പാസ്സാകാത്തതുമാണ് ജീവനക്കാർക്ക് തിരിച്ചടിയായത്. 2008 ഒക്ടോബർ 2-നാണ് മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നത്. അതിനു മുമ്പ് വരെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ചട്ടത്തിന് കീഴിലായിരുന്നു മലബാറിലെ ക്ഷേത്രങ്ങൾ. 2009 G. സുധാകരൻ ദേവസ്വം മന്ത്രിയായിരിക്കെ ആദ്യ ശമ്പള പരിഷ്കരണം നടന്നു. പിന്നീടൊരു ശമ്പള പരിഷ്കരണത്തിന് ക്ഷേത്രം ജീവനക്കാർക്ക് 12 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 2021 ഫെബ്രുവരിയിലാണ് ശമ്പളം അവസാനമായി പരിഷ്കരിച്ചത്. ശമ്പള പരിഷ്കരണത്തിലെ ചില അപാകതകൾ ജീവനക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു, പ്രത്യേകിച്ച് ഗ്രേഡിംഗിലെ അപാകത. എന്നാൽ പരിഷ്കരിച്ച ശമ്പളം 1 വർഷം പിന്നിട്ടിട്ടും ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. പഴയ ശമ്പളമാണെങ്കിൽ, നിലവിലുള്ള ശമ്പളമാണെങ്കിൽ കുടിശ്ശികയാണ്. മാസാമാസം ശമ്പളം കൊടുക്കാനുള്ള യാതൊരു നടപടിയില്ല. 1 വർഷം കൂടുമ്പോൾ 2 വർഷം കൂടുമ്പോഴാണ് കുടിശ്ശികയായിട്ടാണ് കൊടുക്കുന്നത്. സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല. ഇപ്പോൾ പരിഷ്കരിച്ച ശമ്പളം തന്നെ കൊടുക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റ് ഞങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടതായിരുന്നു. പക്ഷേ ശമ്പള പരിഷ്കരണം നടപ്പാക്കാനുള്ള യാതൊരു നടപടിയും ആ ബജറ്റിലുണ്ടായില്ല. ഫണ്ട് അനുവദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കും എന്ന് സർക്കാർ വിശദീകരിക്കേണ്ടത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ 1600 ക്ഷേത്രങ്ങളുണ്ട്. 6000-ലധികം ജീവനക്കാർക്കാണ് പരിഷ്കരിച്ച ശമ്പളം ലഭിക്കാത്തത്. വളരെ കുറച്ചുള്ള സൂപ്പർ ഗ്രേഡ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് മാത്രമാണ് മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്നത്. തുച്ഛമായ വേതനം ലഭിക്കുന്നവരാണ് അവശേഷിക്കുന്ന ജീവനക്കാർ. കൊച്ചി തിരുവിതാംകൂർ ദേവസ്വം മാതൃകയിൽ മലബാർ ദേവസ്വം ഏകീകരിക്കാൻ സർക്കാർ തയ്യാറാവാത്തതിനാലാണ് ജീവനക്കാർ ഗ്രേഡ് അടിസ്ഥാനത്തിൽ വിവേചനം നേരിടുന്നതെന്ന് ജീവനക്കാർ പറയുന്നു. S. വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. സൈന്യവും കൈവിട്ടതോടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. സർക്കാരിനെ രക്ഷിക്കാൻ അവസാന ശ്രമം എന്ന നിലയിലാണ് നീക്കം. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുന്ന പാർട്ടിയിലെ വിമത MP-മാരെ ആജീവനാന്തം അയോഗ്യരാക്കുന്നത് സംബന്ധിച്ച് ഭരണഘടനാ വ്യവസ്ഥയിൽ വ്യക്തത വരുത്തണമെന്നാണ് ഇമ്രാന്റെ ആവശ്യം. വിമതരുടെ വോട്ട് അസാധുവാക്കാനുള്ള സാധ്യതയും ആരാഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക. യുക്രൈൻ റഷ്യ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ പരോക്ഷമായി വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. റഷ്യക്കെതിരായ ഉപരോധത്തിൽ ഇന്ത്യ സ്ഥിരതയുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. യുക്രൈനിൽ രാസായുധങ്ങളുണ്ടെന്ന റഷ്യയുടെ വാദം തെറ്റാണെന്നും ബൈഡൻ വ്യക്തമാക്കി. യുക്രൈനിൽ റഷ്യൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. റഷ്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ യൂറോപ്യൻ നേതാക്കളോട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വീണ്ടും ആവശ്യപ്പെട്ടു. ഇടവേള. പരിഹാരമില്ലാത്ത വാഗ്വാദങ്ങളല്ല, പറയാനുള്ളത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ്. ഇതെന്റെ ശബ്ദമല്ല, നമ്മുടെ ശബ്ദവും നാടിന്റെ ശബ്ദവും. ഒരു കലം വെള്ളം കോരിക്കൊണ്ട് വരാൻ നിവർത്തിയും. എവിടെ ചെയ്യണം, ഏത് ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ആ വരുന്ന ആളുകളുടെ ഇഷ്ടമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചിരുന്ന് കേൾക്കാം. പറയാനുള്ളത് ജനങ്ങൾക്കാണ്.
പറയാനുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി